കാര്യം അറിഞ്ഞപ്പോ മഞ്ചാടിക്ക് വലിയ സന്തോഷമായി കാണുമല്ലോ. അവളുടെ ലൈഫ് സെറ്റായില്ലേ? ആ, അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അങ്ങനെ വിചാരിച്ചേനെ. പക്ഷെ മഞ്ചാടിക്ക് അതൊന്നും അത്രയ്ക്ക് തൃപ്തിയായിട്ടില്ല. ആദ്യം അവക്ക് എല്ലാവരും വിട്ടുപോവാൻ വലിയ പ്രയാസന്നൊക്കെ പറഞ്ഞു. അവസാനം രഘുവേട്ടൻ എന്തൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിക്കുക ചെയ്തത്. എന്തായാലും നാളെ ഞങ്ങൾ എല്ലാവരും കൂടി ദാസങ്ങളുടെ വീട്ടിൽ ഒത്തുകൂടാന്ന് വിചാരിച്ചിരിക്കുക. അനിതേട്ടത്തിന്റെ വീട്ടിലെ സദ്യ ഗംഭീരമായിരുന്നു അച്ഛൻ പറഞ്ഞല്ലോ. അയ്യോ, അമ്മയ്ക്ക് പഴയതുപോലെ ഒന്നും ഓടി നടന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ. അതുകൊണ്ട് സദ്യ അത്രയ്ക്ക് കേമൊന്നും ആയില്ല. സദ്യ മാത്രമല്ലല്ലോ അനിതേ, നമ്മളൊരു സ്ഥലത്ത് പോയാൽ കിട്ടുന്ന സന്തോഷം, അതിനെ കൂടിയാ ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ ഈ വിഷു എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. അച്ഛനേക്കാളും സന്തോഷിച്ചത് അബിയോ അമ്മയോ. വിഷുവിന് അച്ഛൻ അവിടെ ചെല്ലുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഈ പഞ്ചരഥത്തിലെ വിശേഷമൊക്കെ ശബരി പറയായിരുന്നു. എല്ലാം കൊണ്ട് ഇത്തവണ നല്ലൊരു വിഷു ആയിരുന്നു പഞ്ചരഥത്തില്, അല്ലേ? അതെ അച്ഛാ, ഇന്ദ്രേട്ടനൊഴികെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. പഞ്ചരത്നത്തിൽ ഇന്ദ്രേട്ടൻ ഇല്ലാത്തൊരു വിഷുവിനെ കുറിച്ച് ഞങ്ങൾ ആരും ഒരിക്കൽ പോലും ചിന്തിച്ചതല്ല. എന്നാ വിനയേട്ടൻ ചിലപ്പോ കുടുംബത്തിൽ ഉണ്ടാവില്ലെന്ന് എല്ലാവരും ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ സംഭവിച്ചത് മറിച്ച. വിനയേട്ടൻ തിരിച്ചു വരികയും ചെയ്തു, ഇന്ദ്രേട്ടൻ പോവുകയും ചെയ്തു. ഇതൊക്കെയാണ് മോളെ ഇന്നത്തെ ലോകം. ഈ ബന്ധങ്ങളുടെ കെട്ടുറപ്പൊക്കെ നഷ്ടായി. ഇന്നത്തെ ബന്ധു നാളത്തെ ശത്രു. ഇന്ന് കണ്ടവരെ നാളെ കാണാതെയും ഇരിക്കാം. പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും കൈവിട്ടു പോകാതെ സൂക്ഷിക്കുക.